ജപ്പാനോ ബ്രസീലോ പ്രീ ക്വാർട്ടറിൽ ആരെത്തുമെന്ന് ഇന്നറിയാം. എന്തായാലും കടുത്ത മത്സരമായിരിക്കും എന്നതിൽ സംശയമില്ല. ലോകകപ്പിന്റെ നോക്കൌട്ടിൽ ബ്രസീൽ ഇന്ന് ഏഷ്യൻ ശക്തികളായ ജപ്പാനെ നേരിടും. ഏതൊരു വമ്പന്മാരെയും അട്ടിമറിക്കാൻ കെൽപ്പുള്ള ജപ്പാൻ ബ്രസീലിനെതിരെ ഇറങ്ങുമ്പോൾ അമേരിക്കയിലെ ഹ്യൂസ്റ്റൺ സ്റ്റേഡിയത്തിൽ ആവേശം വാനോളം ഉയരുമെന്നുറപ്പാണ്. ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളിന്റെ ചടുലതയും ഏഷ്യൻ ഫുട്ബോളിന്റെ കൃത്യതയും ചേർന്ന പോരാട്ടത്തിനാണ് ഇന്ന് ഹ്യൂസ്റ്റൺ സ്റ്റേഡിയം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ലോകകപ്പിന്റെ നോക്കൌട്ടിൽ ബ്രസീലും ജപ്പാനും നേർക്കുനേർ വരുമ്പോൾ ലോകകപ്പിലെ ഏറ്റവും മികച്ച മത്സരങ്ങളിലൊന്നായി മാറുമെന്നതിൽ സംശയമില്ല. വിനീഷ്യസ് ജൂനിയർ, മാത്യൂസ് കുഞ്ഞ തുടങ്ങിയ ലോകോത്തര യുവതാരങ്ങളും സൂപ്പർ താരം നെയ്മറുടെ അനുഭവ സമ്പത്തും ബ്രസീലിന്റെ ആക്രമണ നിരക്ക് കരുത്തു പകരുന്നു. ഗ്രൂപ്പ് ഘട്ടത്തിൽ മികച്ച പ്രകടനം പുറത്തെടുത്താണ് ബ്രസീൽ നോക്കൌട്ടിലേക്ക് യോഗ്യത നേടിയത്. സൂപ്പർ താരം നെയ്മർ ഇന്നത്തെ മത്സരത്തിൽ ആദ്യ 11-ൽ ഇറങ്ങാൻ സാധ്യതയില്ല. പകരക്കാരുടെ റോളിലാകും നെയ്മറുടെ സ്ഥാനം. ആക്രമണ ഫുട്ബോളിലൂടെ ജപ്പാന്റെ പ്രതിരോധ കോട്ട തകർക്കുക എന്നതു തന്നെയാകും ബ്രസീലിയൻ കോച്ചിന്റെ പ്രധാന തന്ത്രം. മറുവശത്ത് സമീപകാല അന്താരാഷ്ട്ര ഫുട്ബോളിൽ വലിയ അട്ടിമറികളിലൂടെ ശ്രദ്ധേയരായ ടീമാണ് ജപ്പാൻ. ബ്ലൂ സാമുറായികൾ എന്ന് വിശേഷിക്കപ്പെടുന്ന ജപ്പാൻ ടീം തങ്ങളുടെ അച്ചടക്കമുള്ള പ്രതിരോധത്തിനും അതിവേഗത്തിലുള്ള കൗണ്ടർ അറ്റാക്കുകൾക്കും പേരുകെട്ടവരാണ്. ഗ്രൂപ്പ് ഘട്ടത്തിൽ ശക്തരായ സ്വീഡനെ സമനിലയിൽ തളച്ചുകൊണ്ട് മികച്ച ഫോമിലാണ് ജപ്പാൻ വരുന്നത്. വ്യക്തിഗത മികവിനേക്കാൾ ഒത്തൊരുമയോടെയുള്ള ടീം ഗെയിമാണ് ജപ്പാന്റെ കരുത്ത്. ബ്രസീലിന്റെ വമ്പൻ താരനിരയെ സമ്മർദ്ദത്തിലാക്കി അട്ടിമറി വിജയം നേടാനാണ് അവർ കോപ്പ് കൂട്ടുന്നത്. പേപ്പറിൽ ബ്രസീലിനാണ് മുൻതൂക്കമെങ്കിലും നിലവിലെ ലോകകപ്പിലെ ജപ്പാന്റെ ഫോം കണക്കിലെടുക്കുമ്പോൾ മത്സരം കടുത്തതാകുമെന്നുറപ്പാണ്. വേൾഡ് കപ്പ് ഡെസ്ക് കൈരളി ന്യൂസ്.